നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ഷേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. 55 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം മാനദണ്ഡങ്ങൾ പാലിച്ച് ടി കെ ഗോവിന്ദന്റെ ആരോപണം കെട്ടിച്ചമച്ചത് കെ കെ രാഗേഷ്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ് പ്രതി സന്ദീപ് കുറ്റക്കാരൻ. വിധി വ്യാഴാഴ്ച. ആവേശക്കടലായി കണ്ണൂർ. പ്രചരണത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് വൻ വരവേൽപ്പ്. തന്ത്രിക്ക് വൻ തിരിച്ചടി. തെളിവില്ലെന്ന പരാമർശം സ്റ്റേ ചെയ്തു. SIT അപ്പീലിൽ നോട്ടീസ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തട്ടിയെടുത്ത ഫ്ളാറ്റുകൾ തിരികെ നൽകണം. കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാന്റെ വീട്ടിലേക്ക് പ്രവാസി നിക്ഷേപകരുടെ മാർച്ച്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. 55 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. തർക്കങ്ങൾ തുടരവേ കോൺഗ്രസ് 55 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഘടകകക്ഷികൾക്ക് മറ്റു ചില സംഘടനകൾക്കും നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുണ്ട്. തർക്കം രൂക്ഷമായ തിരുവനന്തപുരത്ത് 3 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാനായത്. ഫോർവേഡ് ബ്ലോക്കിന് നൽകുമെന്ന് ഉറപ്പിച്ച ചാത്തന്നൂരിൽ സൂരജ് രവിയെയും സ്വതന്ത്രനെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞ വൈക്കത്ത് കെ ബിനിമോനെയും പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിലും മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹരിപ്പാടും വീണ്ടും മത്സരിക്കും. എതിർപ്പുകൾ അവഗണിച്ച് രമ്യ ഹരിദാസിനെ ചെറിയൻകീഴ് സീറ്റിൽ നിശ്ചയിച്ചു. കോവളത്ത് നിന്ന് M വിൻസെന്റിനെ ഒഴിവാക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നെങ്കിലും അദ്ദേഹവും അവിടെ നിന്ന് സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 27 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് അവകാശപ്പെട്ടിരുന്ന കോൺഗ്രസിന് പ്രഖ്യാപനത്തിന് 2 ദിവസത്തിന് ശേഷവും മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനായിരുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 27 മണ്ഡലങ്ങളിൽ 25 ഇടത്തെ സ്ഥാനാർത്ഥികളാണ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ പ്രഖ്യാപിച്ചത്. പുനലൂരും ചേലക്കരയിലും വൈകാതെ പ്രഖ്യാപനം ഉണ്ടാകും. ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയെ വേങ്ങരയിൽ നിന്നും മാറ്റി പകരം മലപ്പുറത്ത് മത്സരിക്കും. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 2 വനിതകളെ ലീഗ് മത്സരരംഗത്ത് ഇറക്കി. ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയിലും കൂത്തുപറമ്പിൽ ജയന്തി രാജനുമാണ് സ്ഥാനാർത്ഥികൾ. ലീഗ് നേതാവായ MK മുനീറിന് സീറ്റ് നിഷേധിച്ചു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക മഞ്ചേശ്വരം AKM അഷ്റഫ്, കാസർഗോഡ് മൽട്ര മൈൻ ഹാജി, അഴീക്കോട് കരീം ചേലേരി, കൂത്തുപറമ്പ് ജയന്തി രാജൻ, കുറ്റ്യാടി പാറക്കൽ അബ്ദുള്ള, പേരാമ്പ്ര ഫാത്തിമ തക്ലിയ, തിരുവമ്പാടി കാസിം കൊടുത്തി, കൊടുവള്ളി PK ഫിറോസ്, കുന്നമംഗലം റസാഖ് മാസ്റ്റർ, കോഴിക്കോട് സൗത്ത് അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, വള്ളിക്കുന്ന് TV ഇബ്രാഹിം, കൊണ്ടോട്ടി TP അഷ്റഫ് അലി, മഞ്ചേരി അഡ്വക്കേറ്റ് AM റഹ്മത്തുള്ള, ഏറനാട് PK ബഷീർ, മലപ്പുറം PK കുഞ്ഞാലിക്കുട്ടി, മങ്കട മഞ്ഞളാംകുഴി അലി, പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം, വെങ്ങര KM ഷാജി, കോട്ടക്കൽ ആബിദ് ഹുസൈൻ തങ്ങൾ, താനൂർ PK നവാസ്, തിരൂർ കുറുക്കോളി മൊയ്തീൻ, തിരൂരങ്ങാടി PMA സമീർ, മണർക്കാട് NN ഷംസുദ്ദീൻ, ഗുരുവായൂർ CH റഷീദ്, കളമശ്ശേരി VE അബ്ദുൾ ഗഫൂർ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക: ഇരിക്കൂർ അഡ്വക്കേറ്റ് സജി ജോസഫ്, ധർമ്മടം അബ്ദുൾ റഷീദ്, തലശ്ശേരി KP സാജു, പേരാവൂർ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, മാനന്തവാടി ഉഷ വിജയൻ, സുൽത്താൻ ബത്തേരി IC ബാലകൃഷ്ണൻ, കൽപ്പറ്റ അഡ്വക്കേറ്റ് T സിദ്ദീഖ്, നാദാപുരം KM അബ്ജിത്ത്, കൊയിലാണ്ടി അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ, ബാലുശ്ശേരി VT സൂരജ്, ഏലത്തൂർ വിദ്യ ബാലകൃഷ്ണൻ, കോഴിക്കോട് നോർത്ത് അഡ്വക്കേറ്റ് J ജയൻ, നിലമ്പൂർ ആര്യാടൻ ഷൗക്കത്ത്, വണ്ടൂർ AP അനിൽകുമാർ, തവനൂർ VS ജോയി, പൊന്നാനി നൌഷദ് അലി, ത്രിതല VT ബൽറാം, കോങ്ങാട് K തുളസി, മലമ്പുഴ A സുരേഷ്, പാലക്കാട് രമേശ് പിഷാരടി, തരൂർ KC സുബ്രഹ്മണ്യൻ, ചിറ്റൂർ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ, തെന്മറ T തങ്കപ്പൻ, ആലത്തൂർ KN ഫബിൻ, മണലൂർ TN പ്രതാപൻ, ഒല്ലൂർ അഡ്വക്കേറ്റ് ഷാജി K കൊടങ്കടത്ത്, തൃശൂർ രാജൻ J പല്ലൻ, നാട്ടിക അഡ്വക്കേറ്റ് സുനിൽ ലാലു, കയ്പമംഗലം TM നാസർ, പുതുക്കാട് KM ബാബുരാജ്, ചാലക്കുടി സനീഷ് കുമാർ ജോസഫ്, കൊടുങ്ങല്ലൂർ OJ ജനീഷ്, അങ്കമാലി റോജി M ജോൺ, ആലുവ അൻവർ സാദത്ത്, പറവൂർ VD സതീശൻ, എറണാകുളം TJ വിനോദ്, തൃക്കാക്കര ഉമ തോമസ്, കുന്നത്തുനാട് VP സജീന്ദ്രൻ, മൂവാറ്റുപുഴ ഡോക്ടർ മാത്യു കുഴനാടൻ, വൈക്കം K ബിനിമോൻ, കോട്ടയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ,
പുതുപ്പള്ളി ചാണ്ടി ഉമ്മൻ, അരൂർ ഷാനിമോൾ ഉസ്മാൻ, ചേർത്തല KR രാജേന്ദ്ര പ്രസാദ്, ഹരിപ്പാട് രമേശ് ചെന്നിത്തല, മാവേലിക്കര അഡ്വക്കേറ്റ് മുത്താര രാജ്, കരുനാഗപ്പള്ളി CR മഹേഷ്, കൊട്ടാരക്കര അഡ്വക്കേറ്റ് P ആയിഷ പോറ്റി, പത്തനാപുരം ജ്യോതികുമാർ ചാമക്കല, കുണ്ടറ PC വിഷ്ണുനാഥ്, കൊല്ലം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, ചാത്തന്നൂർ സൂരജ് രവി, ചിറയൻകീഴ് രമ്യ ഹരിദാസ്, വട്ടിയൂർക്കാവ് K മുരളീധരൻ, കോവളം A വിൻസെന്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരണാധികാരികൾ ജില്ലയിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ അരുൺ K വിജയൻ 11 നിയോജക മണ്ഡലങ്ങളെയും വരണാധികാരി, ഉപവരണാധികാരി എന്നിവരെ നിയമിച്ചു. വരണാധികാരികൾ പയ്യന്നൂർ K ബാലഗോപാലൻ, ഡെപ്യൂട്ടി കളക്ടർ ALR കല്ലേശ്ശേരി KN ബിന്ദു, ജില്ലാ സപ്ലൈ ഓഫീസർ തളിപ്പറമ്പ് KS അജിത് കുമാർ, ഇരിക്കൂർ ശാലിനി RDO തളിപ്പറമ്പ്, അഴീക്കോട് K അനീഷ് ഡെപ്യൂട്ടി കളക്ടർ, കണ്ണൂർ C ബിജു ഡെപ്യൂട്ടി കളക്ടർ, ധർമ്മടം AB സത്യൻ, തലശ്ശേരി കാർത്തിക് പാണിഗ്രഹി സബ് കളക്ടർ തലശ്ശേരി, കൂത്തുപറമ്പ് P ഷീന ഡെപ്യൂട്ടി ഡയറക്ടർ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മട്ടന്നൂർ PT പ്രസാദ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, പേരാവൂർ KK സുബേർ ഡെപ്യൂട്ടി കളക്ടർ DM, ഉപവരണാധികാരി പയ്യന്നൂർ G സുരേഷ് ബാബു തഹസിൽദാർ പയ്യന്നൂർ, കല്യാശ്ശേരി J ചെറിയാൻ തഹസിൽദാർ ALR, തളിപ്പറമ്പ് K സന്തോഷ് തളിപ്പറമ്പ് തഹസിൽദാർ, ഇരിക്കൂർ ശ്രീലത RDO ഓഫീസ് സീനിയർ സൂപ്രണ്ട്, അഴീക്കോട് സജിത് സീനിയർ സൂപ്രണ്ട്, കണ്ണൂർ K രാഘവൻ തഹസിൽദാർ കണ്ണൂർ, ധർമ്മടം ഷിനു തഹസിൽദാർ LR, തലശ്ശേരി ജഞ്ജിത്ത് തഹസിൽദാർ തലശ്ശേരി, കൂത്തുപറമ്പ് മുരളി സീനിയർ സൂപ്രണ്ട് RDO ഓഫീസ് തലശ്ശേരി, മട്ടന്നൂർ മഞ്ജു തഹസിൽദാർ ഇരിട്ടി, പേരാവൂർ SS അനീഷ് ശങ്കർ തഹസിൽദാർ LR. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം മാനദണ്ഡങ്ങൾ പാലിച്ച് TK ഗോവിന്ദൻ്റെ ആരോപണം കെട്ടിച്ചമച്ചത് KK രാഗേഷ്. തളിപ്പറമ്പ് മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥിയായി PK ശ്യാമള ടീച്ചറെ നിശ്ചയിച്ചത് അവരുടെ ദീർഘകാലത്തെ പൊതുപ്രവർത്തന രംഗത്തെ സംഭാവനകൾ പരിഗണിച്ചാണെന്നും ബന്ധുത്വം നോക്കിയല്ലെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. പാർട്ടിയിലെ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഈ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. CPMനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വ്യക്തിയല്ല സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനത്തെ അടിസ്ഥാനമാക്കിയല്ല സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നത്. പാർട്ടി കൂട്ടായി ചർച്ച ചെയ്താണ് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഥാനാർത്ഥികളുടെ പേര് നാമനിർദ്ദേശം ചെയ്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് തയ്യാറാക്കും. ഇവ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്ത് അംഗീകരിക്കും. പിന്നീട് ജില്ലാ കമ്മിറ്റി നിർദ്ദേശങ്ങൾ അറിയിച്ച് അഭിപ്രായങ്ങൾ തേടും. മണ്ഡലം കമ്മിറ്റികളുടെയും അഭിപ്രായം തേടും. ഈ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചാണ് PK ശ്യാമള ടീച്ചറെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. CPMൽ വിവിധ തലങ്ങളിൽ സ്ഥാനാർത്ഥിയാവാൻ യോഗ്യതയുള്ള നിരവധി പേരുണ്ട്. 5 ലക്ഷത്തിലേറെ അംഗങ്ങളുള്ള പാർട്ടിയിൽ മാത്രമേ ജനപ്രതിനിധിയാകാൻ സാധിക്കൂ. സ്ഥാനാർത്ഥികളായി നിശ്ചയിക്കപ്പെട്ടവർ മാത്രമാണ് ഏറ്റവും മികച്ചവർ എന്ന് പാർട്ടി കരുതുന്നില്ല. സ്ഥാനാർത്ഥിയാകാത്തവരും മികച്ചവരാണ്. വിവിധ ഘടകങ്ങൾ പരിശോധിച്ചാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പരിശോധിച്ചാൽ പല നേതാക്കളുടെയും ബന്ധുക്കൾ സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ട്. എന്നാൽ അവരാരെയും ബന്ധുത്വം പരിഗണിച്ചല്ല നിശ്ചയിച്ചിട്ടുള്ളത്. ഓരോ വ്യക്തിയും പാർട്ടിക്ക് നൽകുന്ന സംഭാവന, പ്രവർത്തനം, പാർട്ടി നൽകിയിട്ടുള്ള ചുമതലകൾ എന്നിവയാണ് മാനദണ്ഡം. PK ശ്യാമള ടീച്ചർ 40 വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ്. ഹൈസ്കൂൾ പഠനകാലത്ത് SFI പ്രവർത്തകയായി രംഗത്തു വന്ന അവർ മട്ടന്നൂർ PRNSS കോളേജിൽ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. തുടർന്ന് SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി, DYFI ജില്ലാ കമ്മിറ്റി അംഗം, മഹിളാ അസോസിയേഷൻ കീഴൂർ അംഗം, മഹിളാ അസോസിയേഷൻ കീഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, മഹിളാ അസോസിയേഷൻ മട്ടന്നൂർ ഏരിയ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി, CPM ജില്ലാ കമ്മിറ്റി അംഗം, തളിപ്പറമ്പ് ആന്തൂർ നഗരസഭകളുടെ ചെയർപേഴ്സൺ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ 2 വനിതാ സ്ഥാനാർത്ഥികൾ വേണമെന്നാണ് പാർട്ടി നിശ്ചയിച്ചത്. PK ശ്യാമള ടീച്ചറെ പരിഗണിച്ചത് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയായതുകൊണ്ടല്ല, മറിച്ച് അവരുടെ സംഘടനാ മികവ് കൊണ്ടാണ്. ഈ തീരുമാനത്തെ TK ഗോവിന്ദൻ നിജമായാണ് അവതരിപ്പിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ TK ഗോവിന്ദന്റെ പേര് ആരും നിർദ്ദേശിച്ചിരുന്നില്ല. എന്നാൽ തന്നെ മത്സരിപ്പിക്കണമെന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു. പാർലമെന്ററി വ്യാമോഹം മൂലമാണ് അദ്ദേഹം ഇത്തരത്തിൽ പെരുമാറുന്നത്.
ശ്യാമള ടീച്ചർക്ക് പകരം മറ്റാരെ നിശ്ചയിച്ചിരുന്നെങ്കിലും ടി.കെ. ഗോവിന്ദന്റെ നിലപാട് ഇതുതന്നെയായിരിക്കുമെന്നും കെ രാഗേഷ് കൂട്ടിച്ചേർത്തു. UDFന്റെ പ്രചരണം ടി.കെ. ഗോവിന്ദൻ ഏറ്റെടുക്കുകയായിരുന്നു. പേരാവൂർ പിടിച്ചെടുക്കാനാണ് കെ ശൈലജ മത്സരിക്കുന്നത്. ടി.കെ. ഗോവിന്ദൻ സണ്ണി ജോസഫിന് വീടുപണി ചെയ്യുകയാണ്. ടി.എ. മധുസൂദനനെ പിന്തുണച്ചാണ് ഇത്രയും കാലം അദ്ദേഹം സംസാരിച്ചിരുന്നത്. ഇപ്പോൾ മധുസൂദനെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ടി.കെ. ഗോവിന്ദന്റേത് കെട്ടിച്ചമച്ച ആരോപണമാണെന്നും കെ രാഗേഷ് പറഞ്ഞു. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ് പ്രതി സന്ദീപ് കുറ്റക്കാരൻ വിധി വ്യാഴാഴ്ച. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജൻ വന്ദനാദാസിനെ 25 കുത്തിക്കൊന്ന കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരൻ കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി PN വിനോദാണ് പ്രതിയെ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയത്. ശിക്ഷാവിധി വ്യാഴാഴ്ച പ്രസ്താവിക്കും. കൊലപാതകം IPC 302, വധശ്രമം IPC 307, ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ പൊതുപ്രവർത്തകനെ മാരകമായി പരിക്കേൽപ്പിക്കുക IPC 333, മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക IPC 324, അന്യായമായി തടഞ്ഞു വയ്ക്കുക IPC 341, സർക്കാർ ഉദ്യോഗസ്ഥനെ ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തുന്നതിനായി ആക്രമിക്കുക IPC 353, തെളിവ് നശിപ്പിക്കൽ IPC 201, വധഭീഷണി മുഴക്കൽ IPC 562, പൊതുപ്രവർത്തനെ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പരിക്കേൽപ്പിക്കുക IPC 332, ആശുപത്രി സംരക്ഷണ നിയമം എന്നിവ പ്രകാരമാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. 2023 മെയ് 30 പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഓടനാവട്ടം സ്വദേശി സ്ത്രീ നിലയത്തിൽ G സന്ദീപിനെ വൈദ്യപരിശോധനയ്ക്കായി പോലീസ് ആശുപത്രിയിലെത്തിയതായിരുന്നു. പ്രതിയെ പരിശോധിച്ചിരുന്ന ഡോക്ടർ വന്ദനയെ കത്രിക കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയാണ് കേസ്. ആക്രമസക്തനായ സന്ദീപ് കൂടെയുണ്ടായിരുന്ന ബന്ധു രാജേന്ദ്രൻ പിള്ള, ബിനു, പോലീസ് ഉദ്യോഗസ്ഥരായ ബേബി മോഹനൻ, മണിലാൽ, അലക്സ് എന്നിവരെയും ആക്രമിച്ചു. വ്യവസായി കോട്ടയം മുട്ടുചിറ പാട്ടയമുക്ക് നമ്പീഞ്ചിറക്കാലയിൽ KG മോഹൻദാസിന്റെയും തിരുവനന്തപുരം സ്വദേശി വസന്തകുമാരിയുടെയും ഏകമകളായ ഡോക്ടർ വന്ദനാദാസ് മിയണ്ണൂർ അസീസിയ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. കേസിൽ കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP MM ജോസ് ജൂലൈ 1 കുറ്റപത്രം സമർപ്പിച്ചു. സന്ദീപിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥർ, ആശുപത്രി ജീവനക്കാർ, പരിസരത്തുണ്ടായിരുന്ന രോഗികൾ തുടങ്ങിയവർ ഉൾപ്പെടെ കേസിൽ 136 സാക്ഷികളുണ്ട്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് G പടിക്കൽ, ശ്രീദേവി പ്രതാപ്, ശില്പ ശിവൻ, ഹരീഷ് കാട്ടൂർ, മഹേശ്വർ പിടിക്കൽ, ധീരജ ഷാജി എന്നിവർ ഹാജരായി. തട്ടിയെടുത്ത ഫ്ളാറ്റുകൾ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാന്റെ വീട്ടിലേക്ക് പ്രവാസി നിക്ഷേപകർ മാർച്ച് നടത്തി. ഫ്ളാറ്റുകൾ വിട്ടുതരാൻ തയ്യാറായില്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാന്റെ വീടിന് മുന്നിൽ മരണം വരെയും സത്യാഗ്രഹം നടത്തുമെന്നും അവർ മത്സരിക്കുകയാണെങ്കിൽ മണ്ഡലത്തിൽ പോയി നിരാഹാരം കിടക്കുമെന്നും നിക്ഷേപകർ പറഞ്ഞു. വിദേശത്ത് വളരെ കാലം ജോലി ചെയ്ത് സമ്പാദിച്ച പണം ഉപയോഗിച്ച് നിർമ്മിച്ച 100 കോടി രൂപ വിലമതിക്കുന്ന ഹോട്ടൽ ക്രൗൺ പ്ലാസ ഇന്റർനാഷണൽ ഫ്ളാറ്റ് സമുച്ചയമാണ് ഷാനിമോൾ മകളുടെയും മരുമകന്റെയും പേരിൽ അനധികൃതമായി കൈവശപ്പെടുത്തിയതെന്ന് നിക്ഷേപകർ പറഞ്ഞു. ഉടമകളായ പ്രവാസികളെ ഗുണ്ടകളെ ഉപയോഗിച്ചും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് 2215 സർവീസ് അപ്പാർട്ട്മെന്റുകൾ 20 എണ്ണത്തിന്റെ നടത്തിപ്പിന് 2023 കരാർ എഴുതി. 11 മാസത്തെ കാലാവധി കഴിഞ്ഞിട്ടും വിട്ടു നൽകിയില്ല. 1,25,000 രൂപ മാസം നൽകണമെന്ന് സമ്മതിച്ചാണ് ഫ്ളാറ്റിലെ റെസ്റ്റോറന്റ് വാടകയ്ക്ക് നൽകിയത്. എന്നാൽ വാടക ഇനത്തിലും പണം നൽകിയില്ല. സ്ഥലം കയ്യേറി സി ഹോട്ടൽസ് എന്ന ബോർഡ് സ്ഥാപിച്ച് ഉടമസ്ഥാവകാശം കൈക്കലാക്കി. വ്യാജരേഖയുണ്ടാക്കിയാണ് കയ്യേറിയത്. ഉടമകളായ പ്രവാസികളെ ഫ്ളാറ്റിലേക്ക് കയറാൻ അനുവദിക്കുന്നില്ലെന്നും ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയാണെന്നും നിക്ഷേപകർ പറഞ്ഞു. തട്ടിപ്പിനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. രാവിലെ 10:30 കളക്ടറേറ്റിന് മുന്നിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. ഷാനിമോൾ ഉസ്മാന്റെ വീടിന് മുന്നിലേക്ക് എത്തുന്നതിന് മുൻപ് പോലീസ് തടഞ്ഞു. തുടർന്ന് നിക്ഷേപകർ ധർണ നടത്തിയാണ് പിരിഞ്ഞത്. നിക്ഷേപകരായ KC ഫിലിപ്പ്, ജോയ് പ്രസാദ്, ജോർജി ജോൺ, അഹമ്മദ് മുല്ല, നോബൽ മാത്യു, ജോസഫ് അരൂജ എന്നിവർ സംസാരിച്ചു. ആവേശക്കടലായി കണ്ണൂർ. പ്രചാരണത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് വൻ വരവേൽപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് മുന്നോടിയായി കണ്ണൂരിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് ആവേശജല വരവേൽപ്പ്. പ്രിയ നേതാവിനെ സ്വീകരിക്കാൻ കണ്ണൂർ വിമാനത്താവളം മുതൽ ധർമ്മടം വരെ നൂറുകണക്കിന് ആളുകളാണ്
കാത്ത് നിന്നത്. വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ പിണറായിയെ മുദ്രാവാക്യം വിളികളോടെയാണ് പാർട്ടി പ്രവർത്തകർ സ്വീകരിച്ചത്. വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രയിൽ നിരവധി ബൈക്കുകളുടെയും കാറുകളുടെയും അകമ്പടിയോടെയായിരുന്നു പ്രവർത്തകർ മുഖ്യമന്ത്രിയെ അനുഗമിച്ചത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും അദ്ദേഹത്തെ കാണാൻ മണിക്കൂറുകൾ മുമ്പേ ജനങ്ങൾ തടിച്ചുകൂടി. ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതിനായി മുഖ്യമന്ത്രി പലയിടങ്ങളിലും വാഹനം നിർത്തി. അവർ സ്നേഹത്തോടെ നൽകിയ ഹാരങ്ങളും പൂച്ചെണ്ടുകളും ഏറ്റുവാങ്ങി. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമടക്കം വൻ ജനപങ്കാളിത്തമാണ് ധർമ്മടത്തേക്കുള്ള യാത്രയിൽ ദൃശ്യമായത്. എയർപോർട്ട് മുതൽ ധർമ്മടം വരെയുള്ള ഓരോ സ്ഥലങ്ങളിലും പ്രവർത്തകരും അല്ലാത്തവരുമായവരുടെ നീണ്ട നിര തന്നെ ഉണ്ടായി. വരാനിരിക്കുന്ന പോരാട്ടത്തിൽ ധർമ്മടം ഇടത്തുകൂട്ടിയായി തന്നെ തുടരുമെന്ന പ്രഖ്യാപനമായി സ്വീകരണം മാറി. മുഖ്യമന്ത്രിയുടെ വരവോടെ കേരളത്തിൻ്റെ പൊതുവികാരം അക്ഷരാർത്ഥത്തിൽ ധർമ്മടത്ത് പ്രതിഫലിക്കുകയായിരുന്നു. തന്ത്രിക്ക് വൻ തിരിച്ചടി. തെളിവില്ലെന്ന പരാമർശം സ്റ്റേ ചെയ്തു. SIT അപ്പീലിൽ നോട്ടീസ്. ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ 16-ാം പ്രതി തന്ത്രി കണ്ഠരര് രാജീവർക്ക് തിരിച്ചടി. തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന കൊല്ലം വിജിലൻസ് കോടതിയുടെ ജാമ്യ ഉത്തരവിലെ പരാമർശം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘം SIT നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഇടപെടൽ. ജാമ്യം റദ്ദാക്കണമെന്ന് SITയുടെ അപ്പീലിൽ തന്ത്രിക്ക് നോട്ടീസ് അയച്ചു. തന്ത്രിക്കെതിരെ തെളിവില്ല, ഗൂഢാലോചന നടത്തിയെന്നത് കണ്ടെത്താനായില്ല, ഭരണപരമായ കാര്യങ്ങൾക്ക് ചുമതലയില്ല തുടങ്ങിയ പരാമർശങ്ങളാണ് വിജിലൻസ് കോടതി നടത്തിയത്. എന്നാൽ കോടതിയുടേത് തെറ്റായ നിരീക്ഷണമാണെന്ന് SIT ഹൈക്കോടതിയെ അറിയിച്ചു. ഗൂഢാലോചനയിലൂടെ ശബരിമലയ്ക്ക് വലിയ നഷ്ടം, പ്രതികൾക്ക് വൻ സാമ്പത്തിക ലാഭവും ഉണ്ടായെന്നും തന്ത്രിക്കെതിരായ തെളിവുകൾ നിരത്തിയ ഹർജിയിൽ ബോധിപ്പിച്ചു. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്നതിന് തെളിവായി ശബ്ദ സന്ദേശങ്ങളുണ്ടെന്ന് അപ്പീലിൽ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ കത്തിന് 2019 ജൂൺ 16-ന് തന്ത്രി അനുകൂല മറുപടി നൽകിയതോടെയാണ് തട്ടിപ്പിന് വഴിയൊരുങ്ങിയത്. 1998-ൽ പാളികളിൽ സ്വർണം പൂശുമ്പോൾ കണ്ഠരര് രാജീവരായിരുന്നു തന്ത്രിസ്ഥാനത്ത്. ശില്പപാളിയടക്കം സ്വർണം പൂശിയതാണെന്ന് ബോധ്യമുണ്ടായിട്ടും ചെമ്പുപാളികൾ എന്നെഴുതിയ മഹസറിൽ തന്ത്രി ഒപ്പുവെച്ചു. സ്വർണം പൂശുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ അപേക്ഷയും അതിനുള്ള തന്ത്രിയുടെ അനുമതിയും തയ്യാറാക്കിയത് ഒരേ വാർഡ് ഫയലിലാണ്. ഇത് തയ്യാറാക്കിയത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സിസ്റ്റത്തിലുമാണ്, അപ്പീലിൽ പറഞ്ഞു. തന്ത്രിയുടെ മൊബൈൽ ഫോണിൽ നിന്നും തെളിവുകളും തന്ത്രിക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ കോടികളുടെ നിക്ഷേപം ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഹർജിയിൽ SIT ബോധിപ്പിച്ചിരുന്നു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.